ചേട്ടാ ഇത് ഏത് ഇനത്തിൽപ്പെട്ട ഡോഗാണ്? ഇത് മിനിയേച്ചർ പിഞ്ചർ. മിനിയേച്ചർ പിഞ്ചർ നമ്മൾ മുന്നേ കണ്ടതിന്റെ തന്നെ വേറെ കളർ പാറ്റേൺ. ഇത് ലിവർ ആൻഡ് ടാൻ എന്ന് പറയും, ചിലർ ചോക്ലേറ്റ് എന്ന് പറയും, ചിലർ റെസ്റ്റ് ആൻഡ് ടാൻ എന്ന് പറയും. റെസ്റ്റ് എന്ന് പറയുന്നത് തുരുമ്പ് കളറും, ഇത് ടാൻ മാർക്കിങ്. മാർക്കിങ് എല്ലാത്തിനും വേണം, ക്ലിയർ വിസിബിൾ ആയിരിക്കണം. സിംഗിൾ കളർ ഉണ്ടാവില്ല, എല്ലാം ഡബിൾ കളർ ആയിരിക്കുള്ളൂ. അതായത് എത്ര ഡോഗ് വന്നാലും ഈ കണ്ണിൻ്റെ ഇവിടെ ഒരു മാർക്കിംഗ് ഉണ്ട്, ഈ താടിയിലുണ്ട്, പിന്നെ ഇതുണ്ട്, ഈ കാലയിലും ടെയിലിൻ്റെ അടിയിലും ടാൻ മാർക്കിംഗ് വിസിബിൾ ആയിരിക്കണം. ഇതിന് പൊതുവേ ഈ ചെവിയും ഈ ടെയിലും ഒക്കെ ഇങ്ങനെ തന്നെയാണോ അതോ വേറെ എന്തെങ്കിലും? ചില ബ്രീഡ്സിന് കോസ്മെറ്റിക് സർജറി ഉണ്ട്, അത് ഇയർ ക്രോപ്പിംഗ് ഉണ്ട്. ചില ഡോഗ്സിന് ഡീക്ലോ റിമൂവ് ചെയ്യും, ചിലതിന് ടെയില് ഡോക്ക് ചെയ്യും. ടെയില് കട്ട് ചെയ്യുന്നതിന് ഡോക്കിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇപ്പം പൊതുവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും മൃഗസ്നേഹികളായിരിക്കും, അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലേ? മൃഗസ്നേഹികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് കാര്യമില്ല. ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരുടെ സർജറി ചെയ്യണ പോലെ തന്നെ അത് അതേപോലെ മെഡിസിനും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാണ്ട് ഇതിനെ വേദനിപ്പിച്ചല്ല പരിപാടി. അതിൻ്റെ സഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ചെയ്യണത്. പിന്നെ അതിൻ്റേതായ മെഡിസിൻസ് ഉണ്ട്, പെയിൻ കില്ലറായിട്ടും ആൻറ്റിബയോട്ടിക് ആയിട്ടൊക്കെ. അത് ഷോയ്ക്ക് മാത്രമേ ഉള്ളൂ, വീട്ടിൽ വളർത്തുന്നതിന് നിർബന്ധമില്ല. ഷോയ്ക്ക് ചില ഫോറിൻ ജഡ്ജസൊക്കെ വരുമ്പോൾ അതൊന്നും മാർക്ക് ഉണ്ട് അതിന്, അല്ലാണ്ട് വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇതിനെ പറയണ കോസ്മെറ്റിക് സർജറി എന്നാണ് പറയണത്. മനുഷ്യർക്കും ചെയ്യണ പോലെ തന്നെ ഇപ്പോൾ കാത് കുത്തണ പോലെ മൂക്ക് കുത്തണ പോലെയൊക്കെ തന്നെ ഉള്ളതാണ് ഈ കോസ്മെറ്റിക് സർജറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടുണ്ടോ? മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അവരുടെ ശരീരത്തിന് ഇവരുടെ വെച്ചാൽ ചെവി ലിഫ്റ്റ് ആയിട്ട് അത് ഷേപ്പിംഗ് ആണ്. ശരിക്കും ഡോബർമാൻ, ബോക്സർ, ഗ്രേറ്റ് ഡാനൊക്കെയാണ് ക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഇത് ഷേപ്പിംഗ് ആണ്. ഇത് ഓൾറെഡി ഇറക്റ്റ് ചെവിയാണ്, അതിൽ നിന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യണതാണ്. ഷേപ്പിങ്ങും ക്രോപ്പിങ്ങും രണ്ട് ഇതാണ് പറയണത്. ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ബാൻഡ് ചെയ്ത് പൊക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹുഡ് ചെയ്യേണ്ടി വരും. ഇത് ഓൾറെഡി പൊങ്ങിയ ചെവിയിൽ ഷേപ്പ് ചെയ്യണത്. ഇവർക്ക് മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇതുകൊണ്ട് ബന്ധമൊന്നുമില്ല. ഇല്ല. അത് മാത്രമല്ല ഇവരുടെ ലൈഫ് സ്പാൻ എത്രയാണ്? 15+. നമ്മുടെ നോർമൽ ഇതുമായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ട് ഫുഡിന്റെ കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? നമ്മൾ കൊടുക്കണ ആഹാരം അല്ലാണ്ട് ഇന്ന സ്പെഷ്യൽ ആഹാരമൊന്നും. ഇപ്പോൾ ഒരു ഡോഗൊക്കെ വീട്ടിലുള്ളതിന് നമ്മൾ കൊടുക്കണ പോലെ എന്ത് ഫീഡ് വെള്ളം കൊടുക്കും. ഹോംലി ആണെങ്കിൽ ഹോംലി, റോ ആണെങ്കിൽ റോ, ഡോഗ് ഫുഡ് ആണെങ്കിൽ ഡോഗ് ഫുഡ്, എല്ലാം നമ്മൾ ഹാബിറ്റ് ശീലിപ്പിക്കണ പോലെ ഇരിക്കും. ഇപ്പം സപ്ലിമെന്റ്സ് എന്തായാലും കൊടുക്കണം, അപ്പോഴാണ് അതിൻ്റെ കോട്ട് കണ്ടീഷന്, സ്കിന്ന് ഷൈനിങ് ഒക്കെ കിട്ടുകയുള്ളൂ. ട്രിവാൻഡ്രം കെനൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരു ഡോഗ് ഷോ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 300-ൽ പരം ഡോഗുകളാണ് ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം ഇതിൻ്റെ സംഘാടകരുണ്ട്. അവരോട് തന്നെ നമുക്ക് ഈ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. കഴിഞ്ഞ 32 വർഷമായിട്ട് 94-ലാണ് ട്രിവാൻഡ്രം കെനൽ ക്ലബ്ബ് ട്രിവാൻഡ്രത്ത് ഫംഗ്ഷൻ ചെയ്തു തുടങ്ങിയത്. ഇത് 51ാമത്തെ ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോയാണ്. ഒരു 300ഓളം ഡോഗ്സ് എൻട്രി വന്നിട്ടുണ്ട്. അത് 50-ൽ പരം ബ്രീഡുകളാണ്. വളരെ ചെറുത്, ഏറ്റവും ചെറിയ ഡോഗ് എന്ന് പറയുന്നത് ചിവാവ, അതുമുതൽ ഏറ്റവും വലിപ്പം കൂടിയ, ഏറ്റവും ഹൈറ്റുള്ള ഗ്രേറ്റ് ഡെയിൻ വരെയുള്ള ഇനങ്ങൾ ഇവിടെ ഇന്ന് പ്രസൻ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം കെനൽ ക്ലബ്ബ് എന്ന് പറയുന്നത് വാക്സിനേഷൻ, അതുപോലെ ട്രെയിനിങ്, അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമ്മുടേതായ ട്രെയിനിങ് കൊടുക്കുക, ആൾക്കാരിൽ ബോധവൽക്കരണം നടത്തുക, ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു വളരെ നല്ലൊരു കൂട്ടായ്മയിൽ നിന്നുണ്ടായതാണ്. നമുക്ക് ഒരു 200ഓളം മെമ്പേഴ്സ് ട്രിവാൻഡ്രം കെനൽ ക്ലബിന് ഉണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കമ്മിറ്റിയാണ് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ 2014 മുതൽ സെക്രട്ടറി സ്ഥാനത്ത് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ മികച്ച രീതിയിലുള്ള ഷോകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്ത് വരികയാണ്. വിദേശത്ത് നിന്നും വരുന്ന നായ്ക്കൾ മാത്രമല്ല, വിദേശികളായിട്ടുള്ള ഡോഗ് ഹാൻഡ്ലേഴ്സ്, ട്രെയിനേഴ്സ്, ഇവരെല്ലാം ഈ ഷോയ്ക്ക് പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടു വരുന്ന നമ്മുടെ ഷോ ഇനിയും കൂടുതൽ ഉന്നതിയിലേക്ക് പോവുകയും കൂടുതൽ പാർട്ടിസിപ്പൻസ് വരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഒരു ഷോ ഏറ്റവും കൂടുതൽ വിജയകരമാക്കണമെങ്കിൽ അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കൊപ്പം തന്നെ അതിൽ ഫണ്ട് റേസ് ചെയ്യുന്ന പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അതിനൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് ഫണ്ടൊക്കെ? മെയിനായിട്ട് ഒരു
ഡോഗിന് 2000 രൂപ വെച്ച് എൻട്രി ഫീ ഉണ്ട്. അതുമാത്രമല്ല ഡോഗ് ഫുഡ് കമ്പനികൾ, പിന്നെ ഇവിടെയുള്ള പെറ്റ് ഓണേഴ്സ്, മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് പട്ടം, മരപ്പാലത്തും കാര്യവട്ടത്തുമുള്ള ബാർകോഡ് എന്ന് പറയുന്ന പെറ്റ്സ് അക്സസറീസ്, ഗ്രൂമിങ്, ഇങ്ങനെ തുടങ്ങി ഹോസ്റ്റൽ സർവീസ് ഉൾപ്പെടെ എല്ലാം ചെയ്യുന്ന ബാർകോഡാണ് നമ്മളെ കൂടുതലായിട്ട് സഹായിക്കുന്നതാണ്. അവരാണ് മെയിൻ ഞങ്ങളുടെ സ്പോൺസർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് അവർക്ക് ഒരു കൊടുക്കൽ വാങ്ങൽ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ സ്റ്റോളുകൾ ഇട്ടിട്ടുണ്ട് പല കമ്പനികളും. ഈ സ്റ്റോളിൽ വരുന്ന അവരുടെ പ്രോഡക്റ്റുകളും കൊണ്ട് വരുന്നവർക്ക് പൊതുജനത്തിൻ്റെ ഇടയിലും അതുപോലെ ഡോഗ് ബ്രീഡേഴ്സ്, പെറ്റ് ലവേഴ്സ് അവരൊക്കെ വരികയും അവരുടെ സാധനങ്ങൾ വിൽക്കുവാനും അവരുടെ ഷോപ്പിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് പോലെ അവർക്ക് അവിടെ അവരുടെ സെയിലും കൂടുന്നുണ്ട്. അതുപോലെ നമ്മളുമായിട്ടും അവർ അതിനനുസരിച്ച് സഹകരിക്കുന്നുണ്ട്. ഫണ്ട് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ചെറിയ എല്ലാ രീതിയിലും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്.